ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെളിവ് വീണ്ടും വരും. അത് നിന്റെ കൺമുന്നിൽ തന്നെ എത്തുകയും ചെയ്യും. എന്തായാലും ഇനി ഒളിച്ചും പാത്തും ഉർവശി ഇനി ഈ വഴി വരില്ല. ഓരോരുത്തരുടെ വഴി അവരവര് തന്നെ അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ലാഭം. ഏട്ടത്തിക്ക് വല്ല മാറ്റമുണ്ടോ? എല്ലാം നമ്മൾ ക്ഷമിച്ചിട്ട് പോലും ഇനി നമ്മളോട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് കൽപ്പനയോട് ഇപ്പൊ തന്നെ ചോദിക്കണം. നിങ്ങൾ വാ വാ. കൽപ്പനെ, കൽപ്പനെ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്താ അമ്മേ? ഉർവശിയെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ച നീയാണോ? ചെറിയമ്മയോ? ഔട്ട് ഹൗസിലോ? അയ്യോ, എനിക്കറിയില്ല. കള്ളം. ഇറക്കി വിട്ട അന്നു മുതൽ ഉർവശി ഔട്ട് ഹൗസിലുണ്ട്. അവൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന നീയാ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് എന്ത് അധികാരമെന്നാ ചോദിച്ചത്? അയ്യോ, അമ്മ എന്തായി പറയുന്നേ? ഞാൻ ആ ഔട്ട് ഹൗസിന്റെ ഭാഗത്തേക്ക് പോകാറേ ഇല്ല. എന്തിനാ ഏട്ടത്തി ഇങ്ങനൊക്കെ പറയുന്നേ? ഏട്ടത്തി ചെറിയമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ചെറിയമ്മ അത് കഴിക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയത്. കൽപ്പനെ, നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഉർവശിയെ കണ്ട ഔട്ട് ഹൗസിൽ നിന്ന് തല്ലി ഇറക്കി വിട്ടിട്ടാ ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? അത് പറഞ്ഞാ മതി. തെറ്റ് ചെയ്ത് കണിമംഗലത്ത് നിന്ന് പുറത്തിറക്കി വിട്ട അവളെ എന്തിനാ നീ സംരക്ഷിക്കുന്നേ? അത് പറഞ്ഞാ മതി. നിങ്ങൾ ചോദിക്കുന്ന കാര്യം എനിക്ക് അറിയില്ല. ചെറിയമ്മ ഔട്ട് ഹൗസിൽ വന്ന് താമസിച്ചിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ താമസിച്ചാലും ഇവിടുന്ന് ഭക്ഷണം എടുത്ത് ചെറിയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന തെറ്റൊന്നും ഞാൻ ചെയ്യില്ല. ഏട്ടത്തി, ശരി, ഞാൻ ചെയ്തു എന്നാണല്ലോ നീ പറയുന്നത്. ഞാൻ ചെയ്ത എല്ലാ കാര്യത്തിനും നീ തെളിവ് കാണിക്കുന്നത് വീഡിയോയല്ലേ? എന്താ ഇപ്പോ അങ്ങനെ കാണിക്കാൻ എന്തെങ്കിലും വീഡിയോ നിന്റെ കയ്യിലുണ്ടോ? അതോ ഇക്കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തെളിവുണ്ടാക്കാൻ വിട്ടുപോയോ നീ? അങ്ങനെ ഒരു തെളിവൊന്നും എന്റെ കയ്യിലില്ല. ആ, അപ്പോഴേ എനിക്ക് നിന്നോടാ ചോദിക്കാനുള്ളത്. നിന്റെ ഉദ്ദേശം എന്താ രാധികെ? എന്നെ നിങ്ങൾ തെറ്റുകാരിയായി ചിത്രീകരിച്ച നിമിഷം മുതല് അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് കഴിയാൻ ഞാൻ. ഇനി നിനക്ക് മതിയായില്ലേ? അതോ എന്നെ ഇവിടുന്ന് പുറത്താക്കിയാലേ നിനക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലേ ദേ തുറന്നു പറഞ്ഞോ. നീ രാധിക മോളെ ചോദ്യം ചെയ്തുകൊണ്ട് നീ ചെയ്ത തെറ്റ് മറച്ചു പിടിക്കാൻ ശ്രമിക്കണ്ട. അമ്മേ, ഈ കാര്യത്തിലെന്നല്ല, ഇതിനു മുൻപ് നടന്ന ഒരു കാര്യത്തിലും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അത് പലതവണ അമ്മയോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ. ഇനിയും എന്നെ ദ്രോഹിച്ച എല്ലാത്തിനും കാരണം ഇവളാണെന്ന് എഴുതി വെച്ച് എനിക്ക് ചാകാനേ പറ്റൂ. അതൊന്നും നീ ചെയ്യണ്ട പത്മിനി. നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. കൽപ്പന പൊയ്ക്കോ. എന്താ പൊയ്ക്കോളാൻ പറഞ്ഞത്? നിനക്ക് വിശ്വാസം വന്നില്ലേ? ചെല്ല്. രാധികെ, നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. പലപ്പോഴും നിന്നെ ദ്രോഹിക്കാൻ ഞാൻ ചെറിയമ്മയുടെ കൂട്ട് നിന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴേ ഞാൻ കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ദ്രോഹിക്കാതിരിക്കെ. മോള് വന്നേ.
കണ്ടോ, കള്ളം തെളിയിക്കാൻ പോയിട്ട് വീണ്ടും ഞാൻ കുറ്റക്കാരിയായി. മോളെ, നീ പറഞ്ഞതോ ഞങ്ങൾ കണ്ടതോ ഒന്നും തെറ്റല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ തെളിവ് ചോദിക്കുന്നവരുടെ മുമ്പില് അത് കാണിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു അവസരം വരും. അതുവരെ കാക്കാം നമുക്ക്. അത് മാത്രമല്ല മോളെ, അവള് പറഞ്ഞതുപോലെ കടുങ്കൈ എന്തെങ്കിലും ചെയ്താലോ? അതിനൊന്നും മടിക്കില്ല. സ്വയം ചത്താലും കുഴപ്പമില്ല, നീ കുടുങ്ങിയാ മതിയെന്ന് ചിന്തിച്ചാലോ അവള്? മുത്തശ്ശി, ഇത്രയധികം കാര്യങ്ങൾ തെളിവോടുകൂടി നിന്റെ ഭഗവാൻ നിന്റെ കൺമുന്നിൽ എത്തിച്ചില്ലേ? പിന്നെ ഇതുകൂടി തെളിയിക്കാനാണോടി പ്രയാസം? തെളിവ് വീണ്ടും വരും. അത് നിന്റെ കൺമുന്നിൽ തന്നെ എത്തുകയും ചെയ്യും. എന്തായാലും ഇനി ഒളിച്ചും പാത്തും ഉർവശി ഇനി ഈ വഴി വരില്ല. ഓരോരുത്തരുടെ വഴി അവരവര് തന്നെ അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ലാഭം. രാധിക ശ്യാമ മേഡത്തിന്റെ മകൾ തന്നെയാണ്. അതില് ഇനി യാതൊരു സംശയവുമില്ല. വരുണൊരു കാര്യം അറിഞ്ഞോ? എന്താടോ? നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ നമ്മൾ ആരും അറിയാതെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആരും അറിയാത്ത ഗസ്റ്റോ? അതെ, ആ ഗസ്റ്റിന് കൃത്യം നേരത്തെ ഏട്ടത്തി ഭക്ഷണം കൊടുത്തിരുന്നു. എനിക്കൊരു സംശയം തോന്നി, ഞാൻ അമ്മയും മുത്തശ്ശിയൊക്കെ കൂട്ടി പിന്നാലെ പോയി നോക്കിയതാ. അവനാണോ ഗൗതം? അല്ല, ചെറിയമ്മ. ചെറിയമ്മയോ? എന്നിട്ട് അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? ഇല്ല, അമ്മ തല്ലിയിറക്കി വിട്ടു. പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം അതല്ല. ഏട്ടത്തിയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ ഏട്ടത്തി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞു. ഏട്ടത്തി ചെറിയമ്മ ഇവിടെ പാർപ്പിച്ചതിനും ഭക്ഷണം കൊടുത്തതിനും ഒക്കെ തെളിവുണ്ടോന്നാ എന്നോട് ചോദിച്ചു.